നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ലെറ്റ് x0 be the real number such that e raised to x0 plus x0 equal to 0 for a given real number alpha define a function g of എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് കുറെ ലിമിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ ലിമിറ്റും സെയിം ആണ്, ആൽഫ ഡിഫറെന്റ് ആയിട്ട് അവർ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലായി എല്ലാ ഓപ്ഷനിലും സെയിം ലിമിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ആ ലിമിറ്റിലെ ഡിനോമിനേറ്റർ നോക്കിയാൽ എക്സ് മൈനസ് എക്സ് 0 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ 0ലേക്കാണ് പോകുന്നത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ. ന്യൂമറേറ്ററും 0ലേക്കാണ് പോകുന്നുണ്ടാവും, അത് പ്രത്യേകം വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് മനസ്സിലായ കാര്യം പറയട്ടെ, ഇതിൽ നിന്ന് നേരെ ലോപ്പിത്രോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ലിമിറ്റ് എക്സ് ടെൻസ് ടു x0 മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് എക്സ്, പിന്നെ മറ്റേത് കോൺസ്റ്റന്റ് ആണല്ലോ, ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. അഥവാ മോഡുലസ് ഓഫ് ജി ഡാഷ് ഓഫ് x0 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അത്രേ ഉള്ളൂ കണ്ടുപിടിക്കാൻ. ഇനി ഓപ്ഷന് ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ജീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടു. അപ്പൊ ജീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒബ്സർവേഷൻ ഉള്ള ഒരാൾ ശ്രദ്ധിച്ചോ, ഇതും നോക്കുകയാണെങ്കിൽ ആ പച്ച പെയിന്റ് അടിച്ച ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, 3x പുറത്തേക്ക് എടുക്കാം. 3x പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ e raised to x plus 1 വരും. ഓക്കെ, അപ്പൊ താഴത്തെ ഡിനോമിനേറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഈ സാധനം എന്താ ഇങ്ങനെ മാറി, എക്സ് മൈനസ് ആൽഫ ഇൻറ്റു ഇ raised to x പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ഇ raised to x പ്ലസ് 1. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് x0 കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത ഒബ്സർവേഷൻ എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ സം എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ raised to x പ്ലസ് എക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എക്സ് 0 എന്താന്ന് കിട്ടിയിട്ടുണ്ട്, 0 തന്നിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഇ raised to x പ്ലസ് 1 ആണ്. ആഹാ, അപ്പൊ ഇവിടെ നോക്കിക്കേ, അതൊക്കെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ raised to x ആണെങ്കിൽ അതാണ് ഇവിടെ എഫ് ഓഫ് എക്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് യുവർ എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായി. നമ്മളുടെ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി എക്സ് മൈനസ് ആൽഫ ബൈ 3 ഇൻറ്റു എഫ് എക്സ് ബൈ എഫ് ഡാഷ് എക്സ് എന്നുള്ള ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. എഫ് ഓഫ് x0 0 ആണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഇ raised to x പ്ലസ് 1 ആണ്. അതെപ്പോഴും എന്താണ്, അതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും, അതും നമുക്കറിയാം. റൈറ്റ്, ഇത്രയും കാര്യം അറിയാം. ഇതിനെ നേരെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സിന് x0 കൊടുക്കണം. കഴിഞ്ഞു പരിപാടി. അപ്പൊ നമുക്ക് നോക്കിക്കേ, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ ബൈ 3 ഇൻറ്റു എഫ് എക്സ് ബൈ എഫ് ഡാഷ് എക്സ്. ഒറ്റയടിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം 1 മൈനസ് ആൽഫ ബൈ 3 ഇൻറ്റു ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ. യെസ്, ഇനി നമ്മൾ നേരെ എക്സിന് x0 കൊടുക്കാൻ പോവാ. x0 കൊടുത്തു, x0 കൊടുത്തു, x0 കൊടുത്തു, x0 കൊടുത്തു, x0 കൊടുത്തു, 0 കൊടുത്തു. അപ്പൊ എഫ് ഓഫ് x0 0 ആയതുകൊണ്ട് എന്തായിപ്പോയി, ഈ ടേം എന്തായിപ്പോയി, ദിസ് ടേം ബിക്കംസ് 0. അപ്പൊ ബാക്കിയുള്ളത് എന്താണ്, ബ്രാക്കറ്റിനുള്ള സാധനം 1 ആയിപ്പോയി. സോ ദിസ് ബിക്കംസ് 1 മൈനസ് ആൽഫ ബൈ 3. അപ്പൊ അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ കാര്യം. അപ്പൊ ഇവർ കണ്ടുപിടിക്കാൻ പറഞ്ഞ സാധനം മോഡുലസ് ഓഫ് 1 മൈനസ് ആൽഫ ബൈ 3 ആണ്. ആൽഫ 3 ആകുമ്പോൾ ഇതിന്റെ വാല്യൂ എന്തായിപ്പോയി, 0 ആയിട്ടുണ്ടാവും. അതാണ് ഈ ആൻസർ. ഓക്കെ, സിമ്പിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ അതെന്താണ്, കാണുമ്പോൾ ഭീകരമാവുന്ന രീതിയിലേക്ക് അവർ മാറ്റിയിരിക്കുക, വേറെ ഒന്നും അവർ ചെയ്തിട്ടില്ല, ഒരു പ്രശ്നവുമില്ല.